ഹായ് സുന്ദരീസ്. അപ്പോൾ നമ്മുടെ ഡേ 2 ആണ്. ഇന്നലെ നമ്മൾ ഹോം വർക്കൗട്ടിൻ്റെ ഡേ 1 കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി വാമപ്പും അതേപോലെ സ്ട്രെച്ചിങ്ങും കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നും റിപ്പീറ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ വ്യത്യാസവും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. അതിപ്പോൾ നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും ഹോം വർക്കൗട്ട് ആണെങ്കിലും ഇതൊന്നും അല്ല, ഈവൻ ഡാൻസ് ആണെങ്കിലും ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിലും അതിന് മുന്നും നമ്മൾ ഇതേപോലെ വാമപ്പും അതേപോലെ തന്നെ സ്ട്രെച്ചിങ്ങും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അതല്ലെങ്കിൽ ഇഞ്ചുറി വരാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കോറാണ് കേട്ടോ. പിന്നെ അത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ചെയ്യുക. ഇന്നലെ ചെയ്തത് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ കോറ് ചെയ്യും, പിന്നെ നാളെ ഇന്നലെ ചെയ്ത അതേ വർക്കൗട്ട് കേട്ടോ. അങ്ങനെ മാറ്റി മാറ്റിയാണ് ചെയ്യുക. കോറ് വളരെ ഡിഫിക്കൾട്ടാണ്. എസ്പെഷ്യലി പ്രഗ്നൻസി കഴിഞ്ഞ സ്ത്രീകൾക്ക് അവിടെ മസിൽസൊക്കെ ലൂസാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൾട്ടാണ് കേട്ടോ. കോറ് എനിക്ക് ചെയ്യാനേ പറ്റാറില്ല, നല്ല ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഇതെത്തിയത്. അതുപോലെ തന്നെ എനിക്ക് സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത്, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡയാസിസ്റെക്ടൈ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനുള്ള ആളുകളാണെങ്കിൽ കോറ് നോക്കിയിട്ട് ചെയ്താൽ മതി, ഒരു ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം. കാരണം ചിലപ്പോൾ കോർ എക്സസൈസ് ചെയ്യുമ്പോൾ അത് വേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ചെയ്ത് നമ്മൾ വർക്കൗട്ട് ഉണ്ടല്ലോ, അത് കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അൺലെസ് അണ്ടിൽ നമുക്ക് നമ്മുടെ ബോഡി വളരെ വീക്കാണ്, ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയാണെങ്കിലേ ഉള്ളൂ. ഇത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരും, പക്ഷെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത് ഉണ്ടാവും കോറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ഇത് ഹോം വർക്കൗട്ടാണ്. ഇതുകൊണ്ട് മാത്രം നമുക്കെല്ലാം സെറ്റ് ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ ബോഡി അലൗ ചെയ്യാണ്, നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ഇതെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു തരം മൂവ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട് അല്ലേ. അപ്പം അത് നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പം എനിക്ക് ജിമ്മിൽ വർക്കൗട്ട് നടന്നില്ലെങ്കിൽ ഞാൻ ഈ ഹോം വർക്കൗട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഇത് തോന്നാറുണ്ട്, നല്ലൊരു എനർജി ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുന്ന തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ കൂടി എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യണം ലഞ്ചസ് ആണ്. ഇത് ബാലൻസ് ചെയ്തൊന്ന് ചെയ്യണം. ഇതേപോലെ താഴേക്ക് ആക്കിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഓരോ കാലുകൾ. അപ്പോൾ ഇത് നമുക്ക് ഒരു 20 റെപ്പ് വെച്ചിട്ട് 3 സെറ്റ് വേണമെങ്കിലും ചെയ്യാം, പറ്റില്ലെങ്കിൽ ഒരു സെറ്റിലാണെങ്കിലും നിർത്താം കേട്ടോ. അടുത്തത് വന്നിട്ട് ക്രഞ്ചസ് ആണ്. ഇത് നല്ല ഡിഫിക്കൾട്ടാണ്. അപ്പോൾ അത് നോക്കുക, പറ്റുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഞാൻ പലപ്പോഴും ഒഴിവാക്കാറുണ്ട് കേട്ടോ, എനിക്ക് ഡിഫിക്കൾട്ടായിട്ട് തോന്നാറുണ്ട്. അടുത്ത് വന്നിട്ട് റിവേഴ്സ് ക്രഞ്ചസ് ആണ്. ഇത് ഡയാസിസ്റെക്ടൈ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് എഗെയിൻ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം ഇത്തിരി ഡിഫിക്കൾട്ട് ഈ കോറായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് എടുത്ത് പറയുന്നത്. ഇന്നലത്തെ വർക്കൗട്ട് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ വർക്കൗട്ട് തന്നെ ഡെയിലി ചെയ്താലും കുഴപ്പമില്ല. ഇത് ഒരു അടുത്ത സ്റ്റേജ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ചെയ്താൽ മതിയാവട്ടെ. പിന്നെ ഹീൽ ടാപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മൗണ്ടൻ ക്ലൈംബർ. ഇത് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് നമുക്ക് ഇന്നലെ നമ്മൾ പ്ലാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ചെയ്യാം. പ്ലാങ്കിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കിതാ ഹിപ്പ് റൊട്ടേഷനും കൂടി ചെയ്യാവുന്നതാണ്. അങ്ങട് ഇങ്ങട് ചെയ്യാവുന്നതാണ്. അത് നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ കോറും നമ്മുടെ ലോവർ ബോഡിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ കിടന്ന് ഇങ്ങനെ മുകളിലേക്ക് ആക്കുമല്ലോ, അതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, പറ്റുന്നില്ലെങ്കിൽ വിട്ട് കളയാവുന്നതാണ്. നമ്മളെ തന്നെ സ്ട്രെസ് ചെയ്തിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ചിലപ്പോൾ ഇഞ്ചുറീസ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് നോക്കി ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത്രയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ സ്ട്രെച്ചിങ് കൂടെ ചെയ്യും. അത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ളൊരു വർക്കൗട്ട്, അതേപോലെ തന്നെ ഡയറ്റാണ് നമ്മുടെ 80% സാധനം കേട്ടോ. അത് പിന്നെ ഒരു 20% ഉള്ളൂ വർക്കൗട്ട്. പക്ഷേ അത് തരുന്നൊരു ഫിസിക്കൽ എനർജീനെക്കാട്ടും കൂടുതൽ മെൻ്റൽ ഹെൽത്തിന് അത് തരുന്ന ഒരു സാധനം, അത് അടിപൊളിയാണ്. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് എൻ്റെ മെൻ്റൽ ഹെൽത്തിലും അതേപോലെ തന്നെ സ്കിന്നിലുമാണ്. നമുക്കിത് വളരെ ചെറുതായിട്ട് തോന്നും സ്കിന്നിൻ്റെ കാര്യത്തിൽ, പക്ഷേ റെഗുലർ വർക്കൗട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അതേപോലെ തന്നെ പീരിയഡ്സിൻ്റെ ഇതുണ്ടല്ലോ, ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഡെയിലി ആ ഒരു എഫേർട്ട് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വർക്കൗട്ട് 40 മിനിറ്റ് ഞാൻ ചെയ്യുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ വന്നിട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് വേണ്ടി റെഡി ആയിട്ട് വരാനൊരു അരമണിക്കൂർ, പോകുമ്പോൾ ഉള്ള ഒരു അരമണിക്കൂർ, അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു 1.5 മണിക്കൂർ ഇതിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ, റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ പിന്നീട് നമുക്ക് മെൻ്റലി ഫിസിക്കലി അതേപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുണ്ടല്ലോ, അത് മാജിക്കലാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.